ഈ ഒരു വീഡിയോ അല്ലേ നിങ്ങളൊരിക്കലും തട്ടി മാറ്റിപ്പോകരുത്. ഇത് സൗദിയിൽ സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ഈ ലോകത്ത് ആരുമില്ല. ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ചിലരാണെങ്കിലോ അത് സമ്മതിക്കും, ചിലരൊട്ടും അങ്ങോട്ട് സമ്മതിക്കാറുമില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരാളുടെ ഒരു തെറ്റ് നോക്കി അവരെ എപ്പോഴും നമ്മൾ വിലയിരുത്തരുത്. കാരണം നാം എല്ലാവരും ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും മറ്റുള്ളവർ മാപ്പ് നൽകിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ നമ്മളെ വേദനിപ്പിച്ചവർക്കില്ലേ മാപ്പ് കൊടുക്കുന്നത് അത് എളുപ്പമുള്ളൊരു കാര്യവുമല്ല. പക്ഷേ നമ്മൾ മാപ്പ് കൊടുക്കുന്നത് അവർക്കും വേണ്ടിയല്ല, നമ്മുടെ മനസ്സിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നുള്ളത്. തെറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ, ആത്മാർത്ഥത കൂടി നമ്മളോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കാരണം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചിലപ്പോൾ വികാരം കൊണ്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് തന്നെ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുന്നുണ്ടെന്ന്. കാരണം വെച്ചാൽ മാപ്പ് നൽകുന്ന കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ നമുക്ക് മാപ്പ് നൽകും. പക്ഷെ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇത്. സൗദിയിൽ സംഭവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് അതിന് മാപ്പ് അപേക്ഷിച്ചിട്ട് നമ്മൾ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ ആ തെറ്റുകൾ ചെയ്യില്ല, അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറും. അപ്പോൾ അതെന്തുകൊണ്ട് നമ്മൾ കൊടുത്ത ആ മാപ്പിന് അതിൽ കൂടിയിട്ട് അവന് ചിലപ്പോൾ നന്നായി പോവും. അത് നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഒരാൾക്ക് മാപ്പ് കൊടുത്തതുണ്ടെങ്കിലുണ്ടല്ലോ, പടച്ചോനെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ നമുക്ക് മാപ്പ് നൽകും. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ എല്ലാവരും ജീവിതം വളരെ ചെറുതാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഒരാളെ നമ്മുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയോ? 5 നേരം നിസ്കരിച്ചിട്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവർക്ക് നീ മാപ്പ് കൊടുക്കണം എന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് അവരെ നശിപ്പിക്കണോ അവരെ ഇതാക്കണോ എന്നൊരു പ്രാർത്ഥനയല്ല വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയം ഉണ്ടാവും. പക്ഷേ ഈ മാപ്പ് കൊടുക്കുന്നതുണ്ടല്ലോ, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമല്ല. നല്ല ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു മനസ്സുണ്ടാവും മാപ്പ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ ഈ വീഡിയോ ഒന്ന്. ഇന്നലെ മുതൽ സൗദി അറേബ്യയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്ന യഹ്യ ബിൻ ഖാനിസ് അൽ-മിശ്രി എന്ന് പറയുന്ന ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ബന്ദറിനായി 10 വർഷങ്ങൾക്ക് മുമ്പ് യാസിർ എന്ന് പറയുന്ന മറ്റൊരു യുവാവും 2 കൂട്ടാളികളും കൂടി ഒരു മൊബൈലിൻ്റെ പ്രശ്നത്തിൽ മൊബൈൽ തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു കുറ്റവാളിയായ യാസിർ എന്ന് പറയുന്ന അയാൾക്ക് വധശിക്ഷ കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, ആ യാസിറിനാകെ ഒരു ഉമ്മയും പെങ്ങന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല രീതിയിലും അവരുടെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ഇടപെട്ടു നോക്കി. ഇദ്ദേഹത്തിന് ഭൂമി തരാം, കാറ് തരാം, പൈസ തരാം, പല രീതിയിൽ ഇദ്ദേഹത്തെ ഇത് ചെയ്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞില്ല. എൻ്റെ മകനെ കൊന്ന ആൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉറച്ചു നിന്നിരുന്നു എന്നാണ്. ഇന്നലെയായിരുന്നു ആ യാസിൻ്റെ വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത്. അതിൻ്റെ കൃത്യം 15 മണിക്കൂർ മുമ്പ് ഉച്ചയ്ക്ക് ഉറക്കത്തിൽ നേടിയിട്ടുണ്ട് അദ്ദേഹം നേരെ സ്വന്തം വണ്ടി എടുത്തിട്ട് ആ യാസിറിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, വാതിലിനെ മുട്ടി നേരെ നിനക്ക് ഗഹവ ആണെന്നുണ്ട്. അങ്ങനെ ഗഹവ കുടിച്ചിട്ട് എന്ത് ചെയ്തു, അമ്മമാരോട് പറഞ്ഞു, നിങ്ങളാലോചിച്ചിട്ടും മോൻ്റെ പെങ്ങന്മാരാലോചിച്ചിട്ടും അള്ളാൻ്റെ വചനു വേണ്ടി ഞാനിതാ മോനെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, മോനെ അതായത് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമാണ്. لا والله والله ما تنزلين. انا اللي بسلم على راسك. ആ ഒരു വാർത്ത കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ അവരുടെ ഉമ്മ കാൽമുക്ക് വീഴുന്നതും അവരുടെ ഗോത്രത്തിലുള്ള മറ്റുള്ളവർക്ക് ഓടി വന്നിട്ട്, കാരണം എന്തൊക്കെ കൊടുത്തിട്ട് ഓഫർ കൊടുത്തിട്ട് സമ്മതിക്കാത്ത ഒരാൾ 15 മണിക്കൂർ മുമ്പ് വന്നിട്ട് എന്ത് ചെയ്യാണ്, യാതൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് കാൽമുക്ക് വീഴുന്ന രംഗമാണ് ഈ കാണുന്നത്. അത് മാത്രമല്ല, പിന്നെ യാസിറിൻ്റെ ഗോത്രം ഇത് വിവരം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലാൻഡ് ക്രൂസർ വണ്ടി കൊണ്ടുവന്ന് അവരുടെ വീടിൻ്റെ മുമ്പിലിട്ടിട്ട് വെള്ളക്കൊടിയായിട്ട് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അസീറിലാണ്, സൗദിയിലെ അസീറിലാണ് ഈ സംഭവം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ?
എത്രത്തോളം നല്ലൊരു മനുഷ്യനായിരിക്കുമല്ലോ അത്. കാരണം വെച്ചാൽ ലാസ്റ്റ് 15 മണിക്കൂർ ഉണ്ട് അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിച്ച്. ആ സമയത്താണ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പോൾ അവരുടെ ഒരു സന്തോഷം നോക്കിയേ. ഒരാൾക്ക് വന്നിട്ട് എന്താ അതിനെ പറയുന്നത്. ഇപ്പോൾ നമ്മളിലല്ലേ ഒരുപാട് ആൾക്കാർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, നമ്മുടെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ മാപ്പ് കൊടുത്തിട്ടില്ല എങ്കിലുണ്ടല്ലോ, പിന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. തമ്മിൽ നേരെ ആവണം. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം പകവെച്ചിട്ട് നിൽക്കരുത് കേട്ടോ. അല്ലാതെ നമുക്കൊരു മനസ്സിലേക്കെല്ലാം ഭയങ്കര ഒരു ഇതായിപ്പോയി. സൗദിയിൽ നടന്ന സംഭവം കേൾക്കുമ്പോൾ ഇല്ലേ, കാണുമ്പോൾ തന്നെ എന്താ പറയുന്നത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇന്നൊരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ.